അയാളൊരു സാധാരണക്കാരനല്ലേ. നമ്മൾ ഷാജി കൈലാസ് മൂവികളിലൊക്കെ ഉള്ള പോലെ ഉള്ളൊരു ഡയലോഗോ, രഞ്ജി പണിക്കർ മൂവിയിലെ ഡയലോഗോ ഒന്നും തിരിച്ച് കൗണ്ടറൊന്നും ചെയ്യാണ്ട് ഒരു നോട്ടത്തിൽ നമുക്കത് ഡെലിവറി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതല്ലേ. അപ്പം ലാൽ സാർ അപ്പോഴും ഞാൻ കൺവിൻസ്ഡ് ആവുന്നില്ല. അല്ല ലാൽ സാർ അത് ഞാനെങ്കിൽ തിയേറ്റർ മൂഡാണ് എൻ്റെ മൈൻഡിൽ മൊത്തം തിയേറ്റർ ക്രിയേറ്റഡ് സീനാണ്. തിയേറ്റർ മൂഡാണ് സാർ, തിയേറ്റർ ക്രിയേറ്റഡ് എന്ന് പറയുമ്പം അപ്പം ലാൽ സാർ വീണില്ല മോനെ മോനെ അത് നമ്മൾ അപ്പം ആ പോയില്ല ഞാൻ കണ്ടത്. നമ്മളിതിപ്പോൾ ഞാൻ നോക്കി ഞാൻ ഈ എന്താ ആ കഥ ഞാൻ തിരുത്തും ജോർജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് ഒക്കെ ഈ ഫൈറ്റൊക്കെ എക്സ്പെക്ട് ചെയ്യൂലേ, ഇയാൾ ഇതൊക്കെ ചെയ്യാൻ പോവുകയാണെന്ന് ഒറ്റ ഡയലോഗിൽ നമ്മൾ അങ്ങോട്ട് പിന്നെ ആ സിനിമയ്ക്ക് ഒരു സർപ്രൈസ് ഇല്ലല്ലോ. ഇല്ല, അതെനിക്ക് കൺവിൻസായി. ആ മനുഷ്യൻ പറഞ്ഞ പോയിന്റ് അദ്ദേഹത്തിന് 47 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ആ ഡയലോഗ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നടക്കാൻ പോണ ഫൈറ്റും ക്ലൈമാക്സിൽ നടക്കാൻ പോണ ഫൈറ്റും ഒക്കെ ഒറ്റ വരിയിൽ അദ്ദേഹം പറഞ്ഞേക്കുക. അപ്പൊ ഈ നോട്ടത്തിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ക്യൂരിയോസിറ്റി നിൽക്കും. ഫോർ സാർ അടിച്ചണ്ണാക്കി കൊടുക്കേണ്ട രീതിയിൽ നോക്കണം സാർ. അതായിരിക്കണം ആ നോട്ടത്തിന്റെ ഡെഫിനിഷൻ. എനിക്ക് അങ്ങനെ അത് പറയാറില്ല. അടിച്ച് ജോർജിന്റെ വായിൽ അടിച്ചണ്ണാക്കി കൊടുക്കേണ്ട രീതിയിലായിരിക്കണം ആ നോട്ടം കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ മോനെ